നിങ്ങൾ പലരും ഒരുപാട് കാര്യങ്ങൾ തുടങ്ങും, പക്ഷേ അതിലൊന്നും നിങ്ങൾ സക്സസ്ഫുൾ ആവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൊന്നും ഒരു റിസൾട്ട് കിട്ടുന്നയോ അതില്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനോ പറ്റത്തില്ല. അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. ആ കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾ ഇന്നൊരു കാര്യം തുടങ്ങും, ചിലപ്പോൾ നാളെ നിങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ഒരു 2-3 ദിവസം, ചില ഒരാഴ്ച, ഒരു മാസം നിങ്ങൾ ചെയ്യും. പക്ഷേ ഈ ഒരു സംഭവത്തിൽ റിസൾട്ട് കുറഞ്ഞ് തുടങ്ങി നിങ്ങൾക്ക് തോന്നുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെട്ടെന്നുള്ളൊരു മാസീവ് റിസൾട്ട് ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾ ഡിമോട്ടിവേറ്റഡ് ആവും. ഇത് ശരിയാവുന്നില്ല എന്നുള്ള വിഷമമായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരും. കാരണം ഇത്രയും മെനക്കെട്ടുന്നുണ്ട്, അതിൻ്റെ റിസൾട്ട് വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള കാശെല്ലാം തീർന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾ പയ്യെ റെഗുലർ ബേസിസ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാതായി തുടങ്ങും. അപ്പം നിങ്ങൾ അതിന് പറയുന്നൊരു എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഇല്ല, അതുകൊണ്ട് മോട്ടിവേഷൻ ഇല്ല എന്നുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അത് നിങ്ങളുടെ മാത്രം ആഗ്രഹമാണ്, നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ആ കാര്യം ചെയ്യുന്നത്. അപ്പം അതിൽ റിസൾട്ട് വരാൻ ഇത്ര സമയം എന്തായാലും എടുക്കും. അപ്പം ഈ സമയം റിസൾട്ട് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാം നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഡിസിപ്ലിൻ നിങ്ങൾക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതിന് റിസൾട്ട് കിട്ടത്തില്ല. അപ്പം ആദ്യമായിട്ട് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവരിക. റിസൾട്ട് ഇല്ലാത്ത സമയത്ത് ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ റിസൾട്ട് ഉള്ള സമയത്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു ഹാബിറ്റ് നിങ്ങൾ ശീലമാക്കുക. ബി ഡിസിപ്ലിൻഡ്. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം.